ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇങ്ങനെ മനസ്സിലാക്കാം: ഒരു വിശ്വാസി ചെലവാക്കുന്നതിനെല്ലാം അവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. ഭാര്യയുടെ വായയിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളക്ക് പോലും അവന് പ്രതിഫലമുണ്ട്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രേരണയും പ്രചോദനവുമാണ് ഈ വചനമെന്ന് പറയാം. മസൃണമായ ഭാര്യാഭർത്തൃ ബന്ധത്തിന് അതിലൂടെ ഏറ്റവും സുന്ദരവും സമാധാനപൂർണവുമായ ഒരു കുടുംബത്തിൻ്റെ അസ്ഥിവാരമിടുകയാണ് ചെയ്യുന്നത്. ഭാര്യമാരോട് വളരെ മാന്യമായി പെരുമാറേണ്ടവനാണ് വിശ്വാസി. അതിന് പ്രേരണ നൽകുന്ന മഹത്വവും പ്രാധാന്യവും വിളിച്ചോതുന്ന അനേകം വചനങ്ങളും പ്രയോഗങ്ങളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാനാവും. പ്രിയ പത്നി ആയിഷ ബീബി റളിയല്ലാഹു അൻഹായോടൊപ്പം ഓട്ടമത്സരം നടത്തുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും പ്രിയ പത്നിയുടെ ചുണ്ടുകൾ സ്പർശിച്ച അതേ ഭാഗത്ത് തന്നെ ചുണ്ട് ചേർത്ത് കുടിക്കുകയും ചെയ്യുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ച് കുളിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഈതികാഫിലിരിക്കുമ്പോൾ പോലും ചീകിയൊതുക്കാനായി തൊട്ടടുത്ത വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് മുന്നിലേക്ക് തലനീട്ടിക്കൊടുക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്തവും ചാരുതയുമാർന്ന ഇത്തരം ഒരു പിടി സുഭഗ നിമിഷങ്ങൾ നമുക്ക് ആ ജീവിതത്തിൽ കണ്ടെത്താനാകും. ഏറ്റവും അവസാനം മരണപ്പെടുന്ന വേളയിൽ പോലും പ്രിയ പത്നിയുടെ മാറിൽ കിടന്നാണ് അവിടുന്ന് അന്ത്യശ്വാസം വലിക്കുന്നത്. അവസാനമായ തിരുവായിലേക്ക് എത്തിയതും പ്രിയ പത്നിയുടെ ഉമനീരിൻ്റെ ആർദ്രത നിറഞ്ഞ മിസ്വാക്കായിരുന്നു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ്. ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഞാനെന്ന് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്. മരണവേളയിൽ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന അവസാന വസിയത്ത് പോലും നിങ്ങൾ സ്ത്രീകളോട് നന്മയോടെ മാത്രം പെരുമാറുക എന്ന ഉപദേശവും ഉണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാമായിരിക്കണം ഒരു വിശ്വാസിയുടെ കുടുംബജീവിതം. വഴക്കും വക്കാണവുമില്ലാത്ത, ശണ്ടയും കശപിശയുമില്ലാത്ത, അടിയും പീഡനവുമില്ലാത്ത, സ്നേഹം തുളുമ്പി നിൽക്കുന്ന ജീവിതം. അത്തരം സാഹചര്യത്തിൽ വളർന്നു വരുന്ന മക്കളും ഏറ്റവും സന്തുഷ്ടരും മാനസികവും ശാരീരികവുമായി ആരോഗ്യപൂർണരും ആവാതിരിക്കില്ല. അല്ലാഹു നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.